എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സർക്കാർ സ്കീമിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ ശരണ്യ പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീമിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. ആർക്കൊക്കെ കിട്ടും, എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെയാണ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താ ഇതിൻ്റെ പ്രൊസീജിയർ, എത്ര രൂപ വരെ കിട്ടും, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ ആ ഡൗട്ടുകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ളായി കാണണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കാണരുത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഓരോ അറിവും ചെറുതല്ല, നമുക്ക് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ശരണ്യ പദ്ധതി? ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ശരണ്യ പദ്ധതി. ഈ പദ്ധതി പ്രകാരം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ചെറുതായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടുപോയി അത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അവരൊരു 50,000 രൂപ വരെ നമുക്കുള്ള ഒരു ധനസഹായം തരുന്നുണ്ട്. അതായത് 25% സബ്സിഡിയോട് കൂടിയിട്ട് 25% പൂർണ്ണമായും നമുക്ക് സബ്സിഡിയോട് കൂടി തരുന്ന ഒരു സ്കീമാണ് ശരണ്യ പദ്ധതി. അപ്പം ഈ പദ്ധതിയിൽ നമുക്ക് അപേക്ഷിക്കാൻ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ അപേക്ഷിക്കാൻ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു ശരണ്യ പദ്ധതി അങ്ങനെയാണ്. എന്താ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടായിരുന്നത്. ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ. അത് എല്ലാ സ്കീമും പോലെയല്ല, അതിന് അവർ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെൻസും എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് വിധവകൾ, 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത ആൾക്കാർ, ഡിവോഴ്സ്ഡ് ആയവർ, കിടപ്പ് രോഗികളുള്ള ഭർത്താക്കന്മാർ ഉള്ള സ്ത്രീകൾ, അങ്ങനെ പിന്നെന്താ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീകൾ, അങ്ങനെ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതോടുകൂടി ഇത് മാത്രമല്ല, ഇതിന് പ്രായപരിധിയൊക്കെ പറയുന്നുണ്ട്. അത് ഓരോ കാലത്തിനനുസരിച്ചിട്ടും ആ സ്കീമിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തുമല്ലോ. അപ്പോൾ നിങ്ങൾ അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണോ, ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ടാവാം. ഇപ്പോൾ വെബ്സൈറ്റിൽ നിലവിലുള്ളത് ഈ ഡീറ്റെയിൽസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വിധവകൾ, വിവാഹമോചിതരായവർ, കിടപ്പ് രോഗികളുള്ള ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയവർ, 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയാണ് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് പ്രായപരിധിയും വരുമാന പരിധിയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ഈ പദ്ധതി എന്തൊക്കെ സ്കീമിന് തരും, ഏതൊക്കെ ബിസിനസ് ചെയ്യാനാണ് തരിക എന്ന് ചോദിച്ചാൽ, തയ്യൽ യൂണിറ്റ്, ബ്യൂട്ടി പാർലർ, കാറ്ററിങ്, സ്റ്റേഷനറി ഷോപ്പ്, ഫാൻസി ക്രാഫ്റ്റ്, അങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളൊക്കെ തുടങ്ങാനായിട്ട് ഈ പദ്ധതി വഴി നമുക്ക് കിട്ടും. ഈ പദ്ധതിയിൽ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയാണ് ധനസഹായം തരിക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് 50,000 വരെയാണ് സബ്സിഡി ലഭിക്കുക. 50,000 രൂപ സബ്സിഡി ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 25,000 രൂപ 25,000 രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് തരും. അത് നമ്മുടെ ലോൺ പേയ്മെൻറ്റ്, റീപേയ്മെൻ്റ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും കേട്ടോ തരിക. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ ഈ ലോൺ എടുത്തിട്ടില്ല. എങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ 50,000 രൂപ വരെ നമുക്ക് സബ്സിഡി കിട്ടും. ഈ 50,000 കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ ലോണിന് പോവുകയാണെന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ പോയി അന്വേഷിച്ച് കഴിയുമ്പം അവർ നമുക്ക് ശരണ്യ പദ്ധതിക്ക് അപ്ലൈ ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് അപ്പോൾ എന്തൊക്കെ വേണം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അവർ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞു തരും. അപ്പം വീഡിയോ പറഞ്ഞു തരും. ഈ വീഡിയോ എടുത്ത് തല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് ആക്കിയാൽ മതി. അപേക്ഷിക്കാൻ പോണ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ആധാർ കാർഡ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ വില്ലേജ് ഓഫീസ് ഏതാണോ, വില്ലേജ് ഓഫീസിൽ പോയി ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ,
അതായത് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് അത് ചില എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചോദിക്കും. മാക്സിമം എല്ലാവരും ചോദിക്കുകയായിരിക്കും. കാരണം നമുക്ക് 50,000 രൂപ അവർ സബ്സിഡിയോടുകൂടി ലോണ് തരണമെങ്കിൽ നമ്മൾ 50,000 രൂപേൻ്റെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ 50,000 രൂപയല്ല, നമ്മൾ എത്ര രൂപയുടെ പ്രൊജക്റ്റാണോ ചെയ്യണത് അതിൻ്റെ ബിസിനസ് പ്രൊജക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റാവശ്യമായ രേഖകൾ എന്ന് വെച്ചാൽ ഇപ്പം ഒരു വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയാൽ വില്ലേജ് ഓഫീസർ നമുക്ക് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് തരും. അതേപോലെ തന്നെ വിധവകൾക്കാണെങ്കിൽ നമ്മൾ അത് ഡെത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കേണ്ടി വരും. ഡിവോഴ്സ് ആയ ആൾക്കാർ കോർട്ടിൽ നിന്ന് കിട്ടിയ പേപ്പേഴ്സ് വെക്കേണ്ടി വരും. കിടപ്പ് രോഗികളായ ഭാര്യമാരാണെങ്കിൽ അത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ അവർ കിടപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. മെയിനായിട്ടുള്ള കാര്യം എവിടെയാണ് അപേക്ഷിക്കേണ്ടത് നമ്മൾ ശരണ്യ പദ്ധതിക്ക്? സാധാരണ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് തൊഴിൽ എക്സ്ചേഞ്ച്, അതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പദ്ധതിയുമായിട്ട് അവിടെ ബന്ധപ്പെട്ടതിന് ശേഷം നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും, പദ്ധതിയുമായി ബന്ധമുള്ള ബാങ്ക് വഴി അപേക്ഷാ നടപടികൾ അവർ സ്വീകരിക്കും. പ്രദേശത്ത് ബന്ധപ്പെട്ട ഓഫീസിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ തൊഴിൽ എക്സ്ചേഞ്ച്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണോ ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി. അപേക്ഷിക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ശരണ്യ പദ്ധതി എന്താണെന്ന്. ഇപ്പോൾ ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്. നമുക്ക് ഇവിടത്തൊക്കെ ചോദിക്കാം ശരണ്യ പദ്ധതി എന്താണെന്ന്. ഇപ്പം അതിൽ കാണുന്ന ചിലപ്പം നമ്മൾ കയറിപ്പോയി നോക്കുന്ന വെബ്സൈറ്റുകളിലൊക്കെ റിക്വയർമെൻറ്റ്സ് ഉള്ള ഡോക്യുമെൻറ്റ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിൽ അവർ പറയുന്ന സ്കീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പം അതൊക്കെ ഒരു വശത്ത് നിന്നാലും നമ്മൾ ഏത് വിഭാഗത്തിൽ നമുക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇപ്പം നമ്മൾക്ക് ഒന്ന് കോൾ ചെയ്ത് സംസാരിക്കാമല്ലോ നമ്മുടെ എക്സ്ചേഞ്ചിലൊക്കെ. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ച് ഈ പദ്ധതിക്ക് അപ്ലൈ ചെയ്യാനാണ്, ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശരണ്യ പദ്ധതി അർഹരായ സ്ത്രീകൾക്ക് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലേ, തീരെ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ളവരായിരിക്കും, ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത ലേഡീസിനാണ് അവരത് കൊടുക്കുന്നത്. നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരുടെ ലിസ്റ്റ് കണ്ടാൽ അറിയാം അല്ലേ. അപ്പോൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സ്വയം തൊഴിൽ ആരംഭിക്കാനൊക്കെ സഹായിക്കുന്ന പദ്ധതിയാണ് ഈ ശരണ്യ പദ്ധതി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ആയിട്ട് വരാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടില്ല, എനിക്കിതൊന്നും ഉപകാരമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം.